ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ റോസ്റ്റ് ആണ്. നല്ല ഡ്രൈ ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കൂടെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഈ ഒരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ബോൺലെസ് അല്ല, ബോണുള്ളതും ബോണില്ലാത്തതുമായിട്ട് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എരിവിനായിട്ട് ഇടിച്ച മുളക് ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ കാശ്മീരി മുളക് പൊടി ചേർത്തത്. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം. ഈ ഒരു മസാലക്കൂട്ടിലാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. മാരിനേറ്റ് ചെയ്ത ശേഷം 1 മണിക്കൂറെങ്കിലും മിനിമം വെച്ച് കൊടുക്കുക. അപ്പോഴേക്ക് ഈ ഒരു മസാല എല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഓവർനൈറ്റൊക്കെ വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും അത് നല്ലപോലെ ആ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് നാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും. നമ്മളിനി ഫ്രൈ ചെയ്യുമ്പോൾ അത് നല്ലതായിരിക്കും. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒക്കെ തന്നെ മതിയാവും. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി 2ആയിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മതിയാവും, പെട്ടെന്ന് തന്നെ അത് വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയാണ് നല്ലത്. നമ്മൾ ഈ ഒരു സവാളയും ഇഞ്ചിയും ഇതെല്ലാം വഴറ്റിയതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മസാലയ്ക്ക് ഒരു ഉപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിൽ കിടന്നിട്ട് നല്ലതുപോലെ വെന്ത് ഫ്രൈ ആയിട്ട് വരണം. ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പം നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് കുറച്ച് വീതിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ചിക്കൻ ഒന്നിന് മേളിൽ ഒന്നായിട്ട് വെക്കാതെ മുഴുവനായിട്ടും ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരിക. ഒരു വശം ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് മറിച്ച് അടുത്ത വശം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് ആ ഒരു സവാളയിൽ നിന്നൊക്കെ ഉള്ള ചെറിയ ഒരു വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളിത് തുറന്ന് വെച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് മുതൽ ഒരു 8 മിനിറ്റ് വരെ ആകുമ്പോഴേക്കും ചിക്കൻ എല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും. ചിക്കൻ വെന്തതിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ആ ഒരു ചിക്കനിൽ നിന്നും അതുപോലെ ആ ഒരു സവാളയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള വെള്ളം ഉണ്ടാവും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ഈ ഒരു കറി നല്ല ടേസ്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല ഫ്രൈഡ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം നല്ലതുപോലെ വെന്ത് ഫ്രൈ ആയിട്ട് വരണം. ചിക്കൻ നല്ല മൊരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ഒരുപാടങ്ങ് മൊരിച്ചെടുക്കുന്നില്ല. സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതിനെക്കാട്ടിലും ഇതുപോലെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഒരു റോസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഡ്രൈ റോസ്റ്റ്. കുറച്ച് മുകളിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് റോസ്റ്റ് പോലെ മസാല ഉണ്ടാവാറില്ല. എന്നാൽ ഇങ്ങനെ ചെയ്താൽ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ആ ഒരു നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു മസാല നല്ലതുപോലെ ഫ്രൈ ആയിട്ടൊക്കെ വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം മുഴുവനായിട്ട് ചിക്കൻ ഫ്രൈ ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വറ്റൽമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്തത് കൊണ്ടാണ് അത് ചേർക്കാതിരുന്നത്. എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ വറ്റൽമുളക് കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
എല്ലാവർക്കും ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.